ഉണ്ടാകത്തുള്ളൂ. റാം മെമ്മറി ALU രജിസ്റ്റേഴ്സ് കൺട്രോൾ യൂണിറ്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പുറത്തത്തെ മെമ്മറി ആയിട്ട് നമ്മൾ എന്താണ് എക്സ്ട്രാ വന്നിട്ട് കണക്ഷൻ ചെയ്യണം. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സുകളെ വെച്ചിട്ടൊക്കെ എക്സ്ട്രാ നമ്മൾ കണക്ഷൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത് എല്ലാം കൂടി അടങ്ങിയ ഒരു സാധനത്തിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതുകൂടാണ്ട് എന്താണ് മെമ്മറീസ് കൂടാണ്ട് അതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ടാകും. A to D, D to A കൺവേർട്ടേഴ്സ്, പിന്നെ ടൈമേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഫുൾ IC ചിപ്പിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു മൈക്രോ കൺട്രോളർ ആണ് 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ പ്രോസസ്സറിനകത്ത് ഒരുപാട് മൈക്രോ പ്രോസസ്സർ ICs ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ പഠിച്ചത് 8085 എന്ന് പറഞ്ഞ ഒരു മൈക്രോ പ്രോസസ്സർ ആണ് നമ്മൾ പഠിച്ചെടുത്തത് അല്ലേ. അതേപോലെ തന്നെ മൈക്രോ കൺട്രോളർ 8 ബിറ്റ് 16 ബിറ്റ് 32 ബിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് എംബഡഡ് മൈക്രോ കൺട്രോളർ, എക്സ്റ്റേണൽ മൈക്രോ കൺട്രോളർ, അങ്ങനെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ കൂടുതലും എന്താണ് യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളർ ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്റൽ 8051 മൈക്രോ കൺട്രോളർ. ഇതും എന്താണ് 8085 കണ്ടുപിടിച്ച ഇന്റൽ തന്നെയാണ് 8051 കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ 8051 എന്ന് പറയുന്നത് എന്താണ് ഡിസൈൻഡ് ബൈ ദ ഇന്റൽ എന്ന് പറഞ്ഞ ഒരു അവരാണ് കമ്പനിയാണ് കണ്ടുപിടിച്ചത്. ഐ തിങ്ക് 1981 അല്ലെങ്കിൽ 1982 ആ ഒരു റേഞ്ചിലാണ് ഇന്റൽ 8051 മൈക്രോ കൺട്രോളർ വന്നിട്ട് കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് നമ്മൾ ചെറിയ എന്താണ് PSC റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് തന്നെ പഠിക്കാം. അതെന്ന് പറയുമ്പോൾ എന്താണ് 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 8 ബിറ്റ് മൈക്രോ കൺട്രോളർക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 8051 8031. അപ്പോൾ ഇവിടെ 8051 എന്ന് പറയുന്നത് എന്താണ് 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. പിന്നെ എന്താണ് ഇറ്റ് ഈസ് ബിൽറ്റ് വിത്ത് 40 പിൻസ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IC ചിപ്പിന്റെ അകത്ത് തന്നെ എന്തുണ്ടാവും A to D, D to A കൗണ്ടർ, ടൈമർ, IO പോർട്ട്, റോം മെമ്മറി എല്ലാം കൂടി അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ടിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. ഇതും കൂടി ഒരു എന്താണ് ചോദ്യത്തിൽ വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. DIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. 40 പിൻസ് ആണ് 8051 എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്ത് തന്നെ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ റോം മെമ്മറിയും ഉണ്ടാകും, റാം മെമ്മറിയും ഉണ്ടാകും അല്ലെ. അതിൽ റോം എന്ന് പറയുന്നത് 4 KB ഓഫ് മെമ്മറി ഉണ്ടാകും. റാം എന്ന് പറയുന്നത് 128 ബൈറ്റ്സ് ഓഫ് റാം മെമ്മറി ഉണ്ടാകും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ടൈമർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 2 എണ്ണം ഉണ്ട്. അത് എത്ര ബിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ടൈമർ ആയിരിക്കും. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ അകത്തുള്ള ടൈമർ വന്നിട്ട് 2 16 ബിറ്റ് ടൈമേഴ്സ് ആണെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് IO പോർട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലായിരുന്ന അത് 4 പാരലൽ 8 ബിറ്റ് ഉള്ള പോർട്ടുകളായിട്ടാണ് ഇരിക്കുന്നത്. ഇത് അഡ്രസ്സബിൾ ആസ് പെർ റിക്വയർമെന്റ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്ടുകൾ. 4 പോർട്ടുകൾ ഉണ്ടാവും, എല്ലാം 8 ബിറ്റ് പോർട്ടുകളാണ്. ഓക്കെ, അടുത്തത് on-chip crystal oscillator is integrated in the microcontroller having crystal frequency. ഓക്കെ, ഈ മൈക്രോ കൺട്രോളർ വർക്ക് ആകാൻ വേണ്ടിയിട്ട് 12 MHz ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ IO പോർട്ട് ഉണ്ടാവും നോക്കിയില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിന്നുകളാണ് 32 പിന്നുകൾ വന്നിട്ട് ഉണ്ടാവും. ഇതിനകത്ത് എന്താണ് ആ പോർട്ടുകൾ പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതുകൂടാണ് എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് നമ്മൾ റാം മെമ്മറി 64 KB യൂസ് ചെയ്യാനും പറ്റും. അതേസമയത്ത് 64 KB റാം മെമ്മറിയും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. കോഡ് വന്നിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞ ഒരു പിന്നാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് പിന്നെ 5 ഇന്ററപ്റ്റ് പിന്നുകളാണ് ഇന്ററപ്റ്റ് സോഴ്സുകളാണ് ഇരിക്കുന്നത്. അതിൽ ടൈമർ 0, ടൈമർ 1, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, INT0, INT1, അങ്ങനെ 5 എണ്ണം വന്നിട്ട് സീരിയൽ കമ്മ്യൂണിക്കേറ്റീവ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 5 ഇന്ററപ്റ്റുകളാണ് ഇരിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.